ഇത് മാസ് മോട്ടോഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ഹോണ്ട ഷൈൻ ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക്, അതേപോലെ എയർ ഫിൽട്ടർ, പ്ലഗ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് മാക്സിമം ഉപയോഗിച്ച് നമ്മൾ തീർന്നതാണ് ലൈനർ കേട്ടോ. അപ്പോൾ അത് മാറുന്ന ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്, അതൊന്നും മാറ്റിയിടണം. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ സൈഡിലെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കണം, അതൊരു പോയിൻ്റ് പോയേക്കാണ് ബൾബ് കേട്ടോ. പിന്നെ വീലിൻ്റെ ഉള്ളിലുള്ള റബ്ബറാണത്, അത് ഓൾറെഡി പൊട്ടിയ നിൽക്കണത് തന്നെയല്ല, ബാക്കി പൊട്ടാതെ നിൽക്കുന്നതിനും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിടേണ്ട നമുക്ക് അത്യാവശ്യമാണ്. എയർ ഫിൽട്ടർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാൽ പോലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് തൽക്കാലം ഈ സർവീസിൽ കയറ്റി വിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞായിരുന്നു. എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റിയിടുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലെവൽ കുറവൊന്നുമില്ല, പക്ഷേ ഓയിൽ നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്, കളർ ചേഞ്ചൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, 4 ആംപിയറിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാറ്ററി കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 12.38, 39, 6 വരുന്നുണ്ട്. ബാറ്ററിയുടെ ലൈഫ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നോക്കുന്ന സമയത്ത് ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിലവിൽ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവസാനം തൊട്ടടുത്ത് തന്നെ ഈ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വരും. ബാറ്ററി ഡാമേജാണ്, ഓൾറെഡി പോയ ബാറ്ററി ആയിട്ടാണ് ഇപ്പോൾ കാണിക്കണേ. അപ്പോൾ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നമുക്കത് മാറ്റിയിടാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ വിങ്കർ കറക്റ്റായിട്ട്, ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് വർക്കിംഗ് അല്ല. അപ്പോൾ സ്വിച്ചൊക്കെ ഒന്ന് അഴിച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ക്ലച്ച് കേബിളിൻ്റെ അവിടെ നോക്കുമ്പോണ്ടല്ലോ, ക്ലച്ച് കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ക്ലച്ച് നല്ല ടൈറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ പൊട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ താമസിച്ചാണ്ട് നമുക്ക് ഇന്നറും ഡാമേജ് ആയിട്ട് വരും. അപ്പോൾ കൈയോടൊക്കെ മാറ്റിയിട്ടേക്കാം, അല്ലെങ്കിൽ നമ്മളത് ഓൾറെഡി വഴിയിൽ പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഹെഡിൻ്റെ ഈ സൈഡിൽ ഗ്യാസ്കറ്റിൻ്റെ കംപ്ലൈൻറ്റാണ് ആ ഓയിലേക്ക് കാണിക്കണേ, അതഴിച്ചാൽ ഓയിൽ സീൽ മാറ്റിയിടാം. ബീഡിങ് പോലത്തെയാണ് ഓയിൽ സീൽ എന്ന് പറയുമ്പോൾ, ബീഡിങ് പോലത്തെ റബ്ബർ ഗ്യാസ്കറ്റാണ് തന്നെ കേട്ടോ. പിന്നെ ഫ്രണ്ട് മൺകാട് ഇത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണേ, പൊട്ടിച്ചിട്ടൊക്കെ വെച്ചാൽ കേട്ടോ. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഓൾറെഡി പൊട്ടി കിടക്കണേ, അപ്പോൾ അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അതേപോലെ ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് കുറച്ചും കൂടി ഉള്ളു ഉപയോഗിക്കാൻ കേട്ടോ. അത് തൽക്കാലം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാം, ഒരല്പം കൂടി ഉള്ളു ഉപയോഗിക്കാനായിട്ട്. കാര്യമായിട്ടുള്ള ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണം സേഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ ഈ ലൈനാണ്, 3 ലൈൻ തന്നെ ഉണ്ടോ, അത് തീരെ കാണുക മാറ്റണ്ട. ഇവിടെ ഒരെണ്ണം മാഞ്ഞു, ഓൾറെഡി 2 കൂടി ഉള്ളൂ. മാറ്റിയിടാണെങ്കിൽ സേഫ് അതാണ്. ഞാനൊരു എസ്റ്റിമേറ്റിൽ അതുകൂടി പെടുത്തിയിട്ട് പറയാം. അഫോർഡബിൾ ആണ്, ക്യാഷ് കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാറ്റണമെന്ന് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ വൈസറിൻ്റെ ഹെഡ്ലൈറ്റ് ഫോക്കസ് ലേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഉള്ളിൽ ഈ ഹെഡ്ലൈറ്റ് വന്ന ഭാഗത്ത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലഗും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടാൽ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. പിന്നെ കാർബറേറ്റർ ഓൾറെഡി നമുക്ക് സർവീസിനകത്ത് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും വന്നില്ല, നമ്മൾ അഡീഷണൽ ചെയ്യേണ്ട വർക്കാണ്. പക്ഷേ എന്നാൽ പോലും നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമ്മളത് അഴിച്ച് നോക്കേണ്ട ഇതില്ലാത്ത. അപ്പോൾ നിലവിൽ കാർബറേറ്റർ അഴിച്ചിട്ട് സർവീസ് ചെയ്യണില്ല, അഴിച്ച് ക്ലീൻ ചെയ്യണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ മിസ്സിങ്ങോ അങ്ങനത്തെ വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും കാണിക്കണില്ല. അപ്പോൾ നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്കിപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തേക്ക് നമുക്ക് കാർബറേറ്റർ കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കേട്ടാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പം അത്രയും കേസുകൾ ഇപ്പോൾ എടുത്തിട്ട്, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ കേബിള്, ക്ലച്ചിൻ്റെ കേബിള്, അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ്, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഷൂ, ടൈലൈറ്റ് ബൾബ്, വീൽ റബ്ബർ, ഇതെല്ലാം ഇപ്പോൾ എടുത്തിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. ബാറ്ററിയുടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ബാറ്ററി ഓൾറെഡി ഇപ്പോൾ സെൽഫ് കാര്യങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ കംപ്ലയിൻറ്റ് വരും. കാരണം ചെക്കിങ്ങിൽ കംപ്ലയിൻ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളാം. അത് എസ്റ്റിമേറ്റിൽ പെടുത്തണില്ല, ബാറ്ററി പെടുത്തണില്ല, ബാക്കിയത്തെ വേണ്ട ഭാഗങ്ങളാണ് നമ്മളതിനകത്ത് കൊള്ളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ട് തരാം. ഓക്കെ.